സെറ്റ് മുണ്ടില് ഡിജിറ്റൽ പ്രിന്റ് ആയാലോ. ഇതാണ് സാരി കണ്ടോ, വലിയ ഫ്ലവർ ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ കുറച്ച് സെറി വർക്ക് ഒക്കെ ആയിട്ട്. ഇത് ശരിക്കും കല്യാണ പെണ്ണിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ജാതി സാരിയാണല്ലോ. അത്രക്കൊന്നും റേറ്റ് ഇല്ല. പക്ഷെ പച്ച ഫ്ലവർ വല്ലോടത്തും കണ്ടുണ്ടാ? ഇല്ലല്ല, ദേ നമ്മള് കാണിച്ചു തരുന്നു എന്നാ കേട്ടോ. സാരിയുടെ സെക്ഷനില് ജെൻസ് ഈ ഒരു ഷെയ്ഡാണോ വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇട്ട് ഈ ഒരു ഷെയ്ഡാണോ വേണ്ടത്? ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരികളാണ് ഈ കാണുന്ന സോഫ്റ്റ് സിൽക്ക് സാരികൾ. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് മാർക്കറ്റ് റോഡൊക്കെ കുറെ കേട്ടിട്ടുണ്ട് അല്ലേ? എവിടുത്തെ മാർക്കറ്റ് റോഡ്? പാലക്കാടാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. പാലക്കാട് ഈ കാണുന്ന വിശാലമായിട്ടുള്ള മാർക്കറ്റ് റോഡ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കടകൾ കുറച്ചൊക്കെ അടഞ്ഞിരിക്കുകയാണ്. എന്നാലും ഓണം സീസൺ ആയതുകൊണ്ട് കുറേയൊക്കെ കടകൾ തുറന്നിട്ടുണ്ട്. മാർക്കറ്റ് റോഡ് ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇതാണ് നമ്മുടെ വിശാലമായിട്ട്. ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും നിന്ന് നമുക്ക് തിരിയാൻ ഇതിനൊന്നും പറ്റില്ല. അപ്പൊ മാർക്കറ്റ് റോഡിൽ നമ്മൾ വന്നിരിക്കുന്നത് KKM എന്റർപ്രൈസസ് ടെക്സ്റ്റൈൽസ് ആൻഡ് സാരീസിന്റെ ഒരു ഷോറൂമാണ്. ശരിക്കും പുറമെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു കടയല്ല ഫീൽ ചെയ്യുന്നത്, പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആക്ച്വലി ഇവർക്ക് 2 ഫ്ലോറാണ്, ഗ്രൗണ്ട് ഫ്ലോർ അടക്കം ഒരു ഫ്ലോറും കൂടി ഉണ്ട്. അങ്ങനെ 2 ഫ്ലോറാണ് മൊത്തം. ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് കിട്ടും. കംപ്ലീറ്റ് ലേഡീസ് ഐറ്റംസ് ആണ്, ജെൻസിൻ്റെ ഉണ്ട്, പക്ഷെ ലേഡീസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ ലുക്ക് ഭയങ്കര ചെറുതല്ലേ, ഇങ്ങനെ കയറി പോവുകയാണെങ്കിലേ ഉള്ളിൽ വിശാലം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള സാരീസിന്റെ എന്തോരം വെറൈറ്റീസ് ആണ്. എല്ലാ തരം സാരീസ് ഇവിടെ കിട്ടും. അപ്പൊ KKM എന്റർപ്രൈസസ് പോവാം. കേറാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കട പുറമേന്ന് ഫീൽ ചെയ്യും, ഉള്ളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ മുകളിലേക്ക് കയറുമ്പോൾ ഇതൊന്നല്ല, കുറേ വലിയ ഷോറൂമാണ്. അതിൽ ഗോഡൗൺ ഉണ്ട്, നമുക്ക് സാരീസിന്റെ സ്റ്റോക്സ് ഇരിക്കുന്നത് എല്ലാ വെറൈറ്റീസ് ഉണ്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് ഓടാം. നമുക്ക് വേണ്ടത് എന്താ, സാരീസിന്റെ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പിന്നീട് വരാം. ഇവിടെ വെച്ചാൽ മുണ്ട് കാണുന്നുണ്ട്, ബെഡ്ഷീറ്റ് അത് ഇതൊക്കെ കാണുന്നു. പക്ഷെ നെവർ മൈൻഡ്, നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിൽ വിധിക്കൊടിയല്ലേ? ഓക്കെ, സാരീസിന്റെ സെക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വെസ്റ്റേൺ വെയറും ഉണ്ട് അല്ലേ? വെസ്റ്റേൺ, ഞാൻ കൂടുതൽ സാരീസും റണ്ണിങ് മെറ്റീരിയൽസും അതൊക്കെ സംഭവങ്ങളാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ധാവണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആരും കാണാനില്ലല്ലോ സ്റ്റാഫ്. ഹലോ, സാറ് എവിടെയാ? ഇവിടെ നമുക്ക് അപ്പോൾ ഓഫീസ് റൂമിലൊന്ന് കയറി നോക്കാം. കയറിക്കോട്ടെ? ഓക്കെ, ഹായ്, കയറിക്കോട്ടെ? ഓ, ഒരു ചെറിയ വീഡിയോ എടുക്കുന്നുണ്ട് കളക്ഷൻസ് കാണിച്ചിട്ട്. ഇതൊന്ന് ഞാൻ വെച്ചോട്ടെ മൈക്ക്? ഓക്കെ, അടിപൊളി. അതിൻ്റെ ഓണം തുടങ്ങിയോ? ഓണം എപ്പോഴേ തുടങ്ങി. ഒന്ന് ഇറങ്ങോ, നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിക്കാനായിട്ട്. തിരക്കിലായിരുന്നാ? നമുക്ക് വേണ്ടി എല്ലാം തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ടതാ സാർ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പേര്? വിനോദ്. KKM എന്റർപ്രൈസസ്. അപ്പൊ നമ്മുടെ ഈ KKM എന്റർപ്രൈസസിൽ ഇവിടെ എന്താണ് ഐറ്റംസ്? സാരീസിന്റെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്, രണ്ടും ഉണ്ട്. സാരീസിന്റെ കൂടെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ്, ടോപ്സ്, ലേഡീസിന്റെ ഒരു ഇതെല്ലാം ഐറ്റംസ് ഉണ്ട്. അവിടെ വെസ്റ്റേൺ വെയർ ഒക്കെ കണ്ടല്ലോ. പിന്നെ സാരീസ് മെയിൻ എടുത്ത് പറയണ്ട, എല്ലാ ഐറ്റംസും ലേഡീസിന്റെ ഉണ്ട്, അതുപോലെ തന്നെ ജെന്റ്സിന്റെയും ചെറുതായിട്ടൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും മുന്നേ ആദ്യം തന്നെ നമുക്ക് ഓണം വരാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ലുക്ക് വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ലുക്ക് വൺ സൈഡ് അജ്രക്ക്, വൺ സൈഡ് പ്രിന്റ്, അതേപോലെ അതിന്റെ കോംബോ ആണ്. അതിന്റെ കോംബോ ഇത് രണ്ടും ഒരുമിച്ചുള്ളതല്ലേ? ഓക്കെ, ഇതേ സെയിം തുണിയിൽ തന്നെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തതാന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൺ പ്രോഗ്രാമിംഗ് ചെയ്തെടുത്തതാ? ഓക്കെ, അപ്പൊ ഇതുപോലത്തെ കുറെ ഡിസൈൻസ് ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. അത് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറെ പ്രിന്റ്സ് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നേരിട്ട് തന്നെ വരണം. നേരിട്ട് വരണമെങ്കിൽ പാലക്കാട് വരണം. അപ്പൊ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. നമ്മൾ അതിനേക്കാൾ മുന്നേ കുറച്ച് കളക്ഷൻസിലേക്ക് കിടക്കാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഫസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിന്റെ തിരക്കുമായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയാലും തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ നമുക്ക് അകത്തേക്ക് വേണമെങ്കിൽ നിന്നോളൂ, അവിടെ തന്നെ ഓരോന്നോരോന്ന് കാണിച്ച് പോവാലോ. അപ്പോൾ ഓണായതുകൊണ്ട് തന്നെ നമുക്ക് ധാവണി സാരീസ്, ആദ്യം ഈ ഒരു സാരി വെച്ച് തുടങ്ങാം. സാരി അല്ല, ആക്ച്വലി ഇത് ധാവണി അല്ലേ? ധാവണിയാണ്, ലോട്ടസ് പ്രിന്റ് ധാവണി സെറ്റ് ആണ്. ഓണം ട്രെൻഡിങ് ഒരു ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഈ ലോട്ടസ് പ്രിന്റ്. ഇത് കൂടുതല് ഇപ്പൊ ലോട്ടസ് ആണ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ ലോട്ടസിന്റെ പ്രിന്റിലാ വരുന്നത്. ധാവണി ആയാലും സാരീസിലായാലും എല്ലാ വെറൈറ്റീസ് കിട്ടും. ഇനി ഈ കുട്ടീനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇവിടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് കണ്ടുനോക്കിയാലോ? ഇതൊക്കെ നമുക്ക് നമുക്ക് പ്രീമിയം റേഞ്ചിൽ വരുന്ന കുറച്ച് സെറ്റ് സാരീസ് ആണ്, കേരള സാരീസ്. ഓക്കെ, ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നോർമൽ മാർക്കറ്റിൽ
കാണുന്ന പോലത്തെ അല്ലാണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. ഡിഫറെന്റ് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് അല്ലേ? ആയിട്ടുള്ള റേഞ്ച് ഉണ്ട്. ഇത് ഇങ്ങനെ മുന്താണി വരുന്നത്, അതുപോലെ തന്നെ പുതിയൊരു ഇതൊന്ന് തുറന്ന് പിടിച്ച് ഇങ്ങനെ പിടിച്ച് അതെ ഈ സൈഡ് ഇങ്ങനെ മുന്താണി പല്ലു, റിച്ച് പല്ലു ആണ്. റിച്ച് പല്ലു, അതുപോലെ ഇതിന്റെ ഉൾ പോർഷൻ വരുന്നത് ഈ ഡിസൈൻസ് ബോഡി കംപ്ലീറ്റ് തുറന്നു കഴിഞ്ഞാൽ ഫുൾ അലുകുലോ കുഴപ്പമില്ല അല്ലെ. പിന്നെ റേറ്റ് കാര്യങ്ങൾ നമ്മൾ പറയണില്ല റീസൺ എന്ന് വെച്ചാൽ ഇത് ഹോൾസെയിലാണ്. ഹോൾസെയിലും റീറ്റെയിൽ വേണമെങ്കിൽ റീറ്റെയിലും കിട്ടും. അപ്പൊ അത് നേരിട്ട് വിളിക്കുക, വീഡിയോ കോൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് കളക്ഷൻ. അതിന്റെ ഈ കാണുന്നത് ഡിസൈൻസ് നോക്കിയേ, ഇതില് ഡിസൈൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ തന്നെ കളർ വരുന്നത്, കളർ പോൾക്കാ ഡോട്ടിൽ വരുന്നതുണ്ട്. ഇതിൽ എത്ര കളേഴ്സ് അവൈലബിൾ ആ? ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആട്ടോ. അപ്പൊ ഇതില് ഏത് കളർ വേണമെങ്കിലും ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. റീറ്റെയിൽ ആണെങ്കിൽ, ഹോൾസെയിൽ ആണെങ്കിൽ 4 ഒരുമിച്ച് എടുക്കണം. ഹോൾസെയിൽ ആകുമ്പോൾ സെറ്റ് വൈസ് എടുക്കണം. സെറ്റ് എന്ന് പറയുന്നത് 4 പീസ്, അങ്ങനെ സെറ്റ് വൈസ് വരും. സെറ്റ് വൈസ് ആണ് വരേണ്ടത് കേട്ടോ. അപ്പോ ഇതായി. പിന്നെ ഈ ഒരു ചെക്ക് ഇപ്പൊ ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്നതാണ്, ഈ ഒരു ചെക്ക് പാറ്റേൺ അല്ലേ? ഈ ഒരു ചെക്കിൽ ഇപ്പൊ ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്നത്. അതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. കളേഴ്സ് എന്ന് പറയുമ്പോൾ ബോർഡറിൽ ചെറിയതായിട്ട് ഒരു റെഡ് ഷെയ്ഡ് അങ്ങനെ. ഇതിന് മുന്താണി വരുമ്പോ ഏതാ വരുന്നത്? പല്ലു. അതും അത്യാവശ്യം റിച്ച് ആണല്ലോ. ഇതൊന്നും ഇങ്ങനെ പിടിച്ചാലോ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കുള്ളൂ. റിച്ച് ആയിട്ടുള്ള ഒരു പല്ലു ആണ് കേട്ടോ ഇത് വരുന്നത്. പോൾക്കാ ഡോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വലുത് കണ്ടു, അതിന്റെ ചെറുത് കാണണം. ബോർഡറിൽ മാത്രം ബുട്ടീസ് വരും. അതെ, ഇതൊക്കെ ഓണത്തിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണ്. അതല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഡിസൈൻസ് കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തത് അല്ലേ? ഫുള്ള് ഇത് അതിന്റെ ഡിഫറെന്റ് കളർ. ഉള്ളിലും മൊത്തം പ്ലെയിൻ ആണോ വരുന്നത്? ഉള്ളിൽ പ്ലെയിൻ വരിക, പല്ലു ബുട്ടീസ് വരും. ഇങ്ങനെ ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഓക്കെ, ഇത് വാവ്, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി റിച്ച് ഫീലിംഗ് ആണ്. ഇത് ആക്ച്വലി പൊട്ടിക്കാലോ അല്ലേ? ബനാറസി ടൈപ്പ് ആണ്. ആ കളറിലായതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചു എന്ന് മാത്രം. ലൈറ്റ് ക്രീം കളർ ടേസ്റ്റ് ആണ്. അതിൽ ഫുൾ ഇതുപോലെ ഇതിനെന്തോ പറയില്ല ഈ ഒരു ഡിസൈനെ, ഞാൻ മറന്നു പോയിട്ടാ പെട്ടെന്ന്. ബിന്ദി ഡിസൈൻസ് അല്ലേ? ഓക്കെ. അപ്പൊ അറിയുന്നവരൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇത് പിടിച്ചേ ഇതായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. ബനാറസിയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫുൾ സീക്വൻസ് വർക്ക്, ത്രെഡ് വർക്ക് ഉണ്ട്, ഡീറ്റെയിലിംഗ് ആണ്. ഓവറോൾ ബനാറസി സ്റ്റൈലില്. ഇത് നമ്മളൊരു പ്രോഗ്രാം ചെയ്തെടുത്ത സാധനമാണ്. ഇത് ഡിജിറ്റൽ അല്ലേ? ഇതിപ്പോ ട്രെൻഡ് അല്ലേ വരുന്നത്? അതെ, ട്രെൻഡാണ്. ഡിജിറ്റൽ ഫ്ലോറൽ പ്രിന്റ് എന്ന് പറയുന്നത് കോർണർ റേഞ്ചിലും നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ആണ്. ഇത് കുറച്ച് പ്രീമിയം കാറ്റഗറിയാണ്. ഇതിൽ തന്നെ കോർണർ റേഞ്ചിലും അവൈലബിൾ ആണ്. ഇത് ഈ കാണുന്നത് കുറച്ച് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ. അതല്ലാത്ത കുറച്ച് പ്രീമിയം കളക്ഷൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ കുറച്ച് സെറി വർക്ക് ഒക്കെ ആയിട്ട്. മറ്റേലാകുമ്പോൾ സെറി വർക്ക് ഉണ്ടാവില്ല, പ്രിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ ഒരു ബനാറസി ടച്ചിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. പിന്നെ ഈ ഒരു കളർ ഷെയ്ഡിൽ എത്ര പീസ് വേണമെന്ന് പറഞ്ഞാലും നമുക്ക് റെഡിയാണ് അല്ലേ? ഒക്കെ നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഫുൾ കളക്ഷൻസ്. പിന്നെ ഈ ഒരു സംഭവം എന്താ ഇരിക്കുന്ന കളർഫുൾ ആയിട്ട് പ്രോഗ്രാം ചെയ്യിപ്പിച്ചെടുത്ത സാധനമാണ്. ധാവണിയാണോ? അല്ലല്ല, സാരി തന്നെയാണ്. സാരി തന്നെ. ഓക്കെ. കോൺട്രാസ്റ്റ് ബ്ലൗസ് വരും. സാരിയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് ബിറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സ് ചൂസ് ചെയ്യാനുണ്ട്. സെയിം കളർ ആയിരിക്കും അതിന്റെ കുഞ്ചും. ഈ ഒരു ടെസൽസിന്റെ കളർ ഇപ്പൊ ഈ കളർ ആണെങ്കിൽ അതിന്റെ ബ്ലൗസ്, ഇപ്പൊ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, അങ്ങനെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ കാണുന്നതാണ് ഈ ഒരു ഫുൾ സെക്ഷൻ. അതായത് ഇതിലിപ്പോ പിങ്ക് ആണെങ്കിൽ ഈ ഒരു പിങ്കില് ഈ ഒരു ഷെയ്ഡ് കേട്ടോ, അങ്ങനെ. അപ്പോൾ ഇതാണ് പാക്കിംഗ് വരുന്നത്. ഇത് ഫുൾ സാരീസിന്റെ ഒരു സെക്ഷൻ, മിക്സ് സാരീസാണ് വരുന്നത് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്താ വേറെ വെറൈറ്റി കാണാം? ഈ ഇരിക്കണത് നിലത്ത് ഇരിക്കണത് മൊത്തം സാരീസ് ഒക്കെ തന്നെ. യൂണിഫോം സാരീസ്. ഇത് ഈ കാണുന്നത് മൊത്തം ഇതും അതെല്ലാം യൂണിഫോം സാരീസ് ആണ്. ഈ കാണുന്നത് മൊത്തം അല്ലേ യൂണിഫോം സാരീസിന്റെ ഒരു സെക്ഷനാണ് ഇതും. അതുപോലെ തന്നെ ഇങ്ങനെ ഏത് ഡിസൈൻസ് ഏത് ഇതിലും വേണമെങ്കിൽ നമുക്ക് യൂണിഫോം ബൾക്കായിട്ട് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഈ സെക്ഷനാണ് നമ്മുടെ യൂണിഫോം റെഡി അല്ലേ? റെഡിയാണ്. ഒരു 50 പീസ് 100 പീസ് എത്ര വേണേലും റെഡിയാണ്. എത്ര വേണേലും റെഡിയാണ്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം എന്താ? ഫുള്ള് യൂണിഫോംസ് ആണ്. ഇത് നമ്മള് ഇവിടെ പുറത്ത് വെച്ചതാണ്. ഇത് അകത്ത് നമുക്ക് ഇനിയും കുറെ സ്റ്റോക്കുകൾ ഇനിയും ഉണ്ട്. ഓക്കെ. ഇത് കാണാൻ ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്ന് ചൂസ് ചെയ്തിട്ട് ഇനി കൂടുതൽ പീസ് വേണമെന്ന് പറയുകയാണെങ്കിൽ എത്ര വേണേലും തരും. എത്ര വേണേലും. ഇതൊക്കെ അതിന്റെ ഒരു സാമ്പിൾ ആണോ കാണുന്നത്? ഇതൊക്കെ യൂണിഫോം സാരീസിന്റെ കുറച്ച് സാമ്പിൾസ് ആണ്. അത് ബോർഡറിലും ബോർഡർലെസ്സിലും നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്, സെറി വർക്ക് വരുന്നുണ്ട്, അങ്ങനെ കോൺട്രാസ്റ്റിലുണ്ട്. ഇത് ഫുൾ കവറിൽ വെച്ചിട്ടുള്ളതും. ഇത് ഫുൾ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കിട്ടും. ഇത് എത്ര വേണമെങ്കിലും കിട്ടും ചേച്ചി. ഇത് എവിടെ ഈ സാരി ഇരിക്കുന്നത്? ഒരെണ്ണം ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്യാലോ? ചെയ്തോളൂ. അത് ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്, എടുത്തോളൂ.
ആ ഇത് ഈ സെയിം സാരി തന്നെയാണ് കേട്ടോ ഈ കാണുന്ന സാരി. അപ്പൊ ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക്. അടിപൊളി വെറൈറ്റി സാരീസ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ മെഷീൻ പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഹിന്റ് പോലെ കാണിക്കാം. പക്ഷെ ഇതിന്റെ വെറൈറ്റീസ്, കളേഴ്സ്, ഡിസൈൻസ്, കോപ്പറിൽ വേണോ, ത്രെഡിൽ വേണോ, വർക്കിൽ വേണോ, ബോർഡറിൽ വേണോ, ചൂസ് ചെയ്യേണ്ടത് അവരാണ് അല്ലേ? അതെ അതെ. ഇത് ഓപ്പൺ ചെയ്യാം അല്ലേ? ബോർഡർലെസ്സിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇവിടെ മെഷീൻ പാക്കാണ്, മെഷീൻ ഫോൾഡിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇതിവിടെ അവിടെ നിന്ന് വലിച്ചോ. ഇതാ ഇത് കാണുന്നത് ഇതിന്റെ മുന്താണിയുടെ പോർഷൻ ആണ്. അതുപോലെ ഉള്ളിൽ ഫുൾ ഈ ഒരു ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. ഇത് ബോർഡർലെസ്സിൽ വരുന്നത്. കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി ഒറ്റ കളറിൽ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് സാരീസ് അവൈലബിൾ ആണ്. ഇത് കണ്ടേച്ചി വേറൊരു മെറ്റീരിയൽ. ഓ ഇത് സെമി മോഡലിലാണ് വരുന്നത്. ഭയങ്കര സോഫ്റ്റ്നെസ്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കുറെ പട്ടുസാരി അത് ഇതൊക്കെ പറഞ്ഞിട്ട് പട്ടുസാരി ഇഷ്ടമല്ലല്ലോ. അപ്പൊ കുറച്ച് വെറൈറ്റി ആയി ചിന്തിക്കുന്നവർക്ക് ഈ ഒരു മോഡല് ഇത് ആക്ച്വലി ഫുൾ പാക്ഡ് ആണ്. പക്ഷെ എന്നാലും ജസ്റ്റ് ഉള്ളിലത്തെ പോർഷൻ ചെറുതായിട്ടൊന്ന് കാണിക്കാൻ പറ്റും നോക്കാം നമുക്ക്. ഈ കാണുന്നതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇത് ഉള്ളിലത്തെ ഇത് മുന്താണിയാണോ എന്താ സംഭവം ഓപ്പൺ ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ തുണിയുടെ ക്വാളിറ്റി ആഹാ ഗംഭീര സൂപ്പർ. പിന്നെ ഇത് വേറൊരു വെറൈറ്റി കേട്ടോ. ഇതിലെന്ന് വെച്ചാൽ ഫുള്ളി ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട് വരുന്നത്. ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. കളർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 3 കളർ വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് 3 കളർ അല്ലാണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇത് സെയിമിൽ തന്നെ പീസ് അല്ലേ? ആഹാ ഇത് വേറൊരു വെറൈറ്റി അല്ലേ? ഇത് ആക്ച്വലി ഇതിന്റെ ലുക്കൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫോട്ടോ എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ഒന്ന് നമുക്ക് കാണിച്ചു കൊടുത്താലേ ലുക്ക് നമുക്ക്. തുണിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അത് തുണിയുടെ ക്വാളിറ്റി അടിപൊളിയാണ്. ലുക്ക് വൈസ് ഇങ്ങനെയായിരിക്കും കേട്ടോ. വെയർ ചെയ്യുമ്പോൾ സാരി നമ്മളത് വെയർ ചെയ്താലേ ഇതിന്റെ ഭംഗി എന്താന്നുള്ളത് അറിയുള്ളൂ. അതാണ് ഇത് വേറൊരു കളറിൽ വരുന്നത്. ഇതും ജസ്റ്റ് തുണി നമുക്ക് തുറന്ന് കാണിക്കാലോ. തുറന്നോളൂ, കുഴപ്പമില്ല. അയ്യോടാ ഇങ്ങനെയായിരിക്കും ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ കളർ ഡിഫറെന്റ് നോക്കണ്ട. ഓരോരോ ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ കാണുന്നത് ജസ്റ്റ് സാമ്പിൾ കാണാൻ വേണ്ടി മാത്രമാണ്. എടുത്തു തരുന്നത് എവിടുന്നാ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാൻ ഇവിടെ ഒരു മിനിറ്റ്. ഇത് കണ്ടോ, ഞങ്ങളുടെ ഇത് മൊത്തം ഞങ്ങളെ ഓണത്തിന് വന്ന ഓണത്തിന് റെഡിയാണ്. സെറ്റ് സാരിയും സെറ്റ് മുണ്ടിന്റെയും ഒരു ഡെമോ ആണിത്. ഓക്കെ, സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അതുപോലെ തന്നെ പാച്ച് വർക്ക് വെച്ചിട്ടുള്ള നമുക്ക് അജ്രക് കലംകാരി ആ ഒരു സ്റ്റൈലില് ഇത് ബ്ലൗസ് പീസാണ് വരുന്നത്. പിന്നെ ഡിജിറ്റൽ പ്രിന്റ്, സെറ്റ് മുണ്ടില് ഡിജിറ്റൽ പ്രിന്റ് ആയാലോ. അതാണ് ഇപ്പൊ ട്രെൻഡ് നടക്കുന്നത് കേട്ടോ. ഇതൊക്കെ മീറ്റർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 രീതിയിലുള്ള മീറ്റർ ഉണ്ട്. എന്തായാലും അത് ഞാൻ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതും അവൈലബിൾ ആണ്. ഈ എംബ്രോയിഡറി വർക്കിലും വരുന്നുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന സംഭവം എന്താ? ഇതൊക്കെ ജെൻസിന്റെ ധോത്തീസ് ആണ് ഇത് മൊത്തം. ഓക്കെ, അതില് കസവിന്റെ ഇഞ്ചുകൾ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ എടുത്ത് കാണിച്ചു തരാം. കായിഞ്ച് തൊട്ട് നമുക്ക് ഇഞ്ച് ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നത് ഉണ്ട്. ഇതിപ്പോ 3.60 എന്ന് പറയാൻ പറ്റില്ല. 6.0 3.60. ചിലതിൽ 4 മീറ്റർ വരുന്നുണ്ട്. ഇത് 4 മീറ്റർ ആയി ഈ കാണുന്നത് മൊത്തം 4 മീറ്റർ കേട്ടോ. ഇതാണെങ്കിൽ 3.6 അങ്ങനെ. അപ്പൊ മീറ്ററിൽ വ്യത്യാസമുണ്ട്, തുണിക്ക് വ്യത്യാസമുണ്ട്, അതിന്റെ കസവിന് വ്യത്യാസമുണ്ട് അങ്ങനെ. പിന്നെ എടുക്കുമ്പോ ഇതുപോലെ ബൾക്ക് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിലായി. അതെ അതെ, ഒരു പീസ് തരാം, ഒരു പീസായിട്ടും കിട്ടും. അത് റീറ്റെയിൽ ആയി അല്ലേ? ഇത് നോക്കിയേ, ഇത് ഈ കാണുന്നത് ധാവണി. ഞങ്ങള് ധാവണി അവിടെ ഇത് സെയിം അല്ലേ? സെയിം. അതിന്റെ ഡിഫറെന്റ് കളേഴ്സാ വരുന്നത് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് ഒരു ധാവണി കളക്ഷൻ ആണ്. ഇതിന്റെ ലുക്ക്, ഇതിന്റെ പാക്കിംഗ് ഇതാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ മൊത്തം സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത്? മൊത്തം നമ്മുടെ ഗുഡൌണിലാണ്, താഴെയാണ്. കണ്ടോ? ഇതിന്റെ ഉള്ളിൽ കൂടെ വേണം താഴത്തേക്ക് പോവാൻ അല്ലേ? അപ്പൊ ആക്ച്വലി ബേസ്മെന്റ് ഫ്ലോറും കൂടി ഉണ്ട്. നമുക്ക് പോയാലോ? ജസ്റ്റ് ഒന്ന് പോയി. ഇത് എങ്ങനെ പോവാനാ? ഇപ്പൊ ഇത് ഫുള്ള് നിറവാണല്ലോ സാധനങ്ങൾ കൊണ്ട്. ഫുള്ള് കണ്ടോ? ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് നമുക്ക് കാണാം. ഇത് കോണിയിലും നിറച്ച് വെച്ചേക്കാണ്, അടിയിലും ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോണില്ല. നമ്മൾ എന്തായാലും സ്റ്റോക്ക് പിന്നെ കാണാവുന്നില്ല. ഫുള്ള് ഈ പ്ലാസ്റ്റിക്കിൽ ബണ്ടൽ സാധനങ്ങൾ ഇരിക്കുകയാണ്. ഇനി ഈ ഒരു സംഭവം ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ധാവണി അല്ലേ? ഇതിൽ കളർ വ്യത്യാസമായിട്ട് കിട്ടില്ലേ? ഒരുപാട് കളേഴ്സ് വ്യത്യാസമായിട്ട് കിട്ടുന്നുണ്ട്. എന്തൊക്കെ കളേഴ്സ് അവൈലബിൾ? ബ്ലൂ ഉണ്ട്, പിന്നെ പർപ്പിൾ ഉണ്ട്, പിന്നെ ഗ്രേപ്പ് കളർ, വൈൻ കളർ. അല്ല, ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് എടുക്കാം. എല്ലാം കിട്ടും. വാട്സ്ആപ്പ് ബുക്കിംഗ് ചെയ്ത് അങ്ങനെയും കിട്ടും. എങ്ങനെ വേണേലും ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. സൺഡേ ഓപ്പൺ ആണ്. അതുപോലെ സൺഡേ ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് ഓപ്പൺ ആണോ? അല്ലെങ്കിലും ഓപ്പൺ ആണ്. അല്ലെങ്കിലും ഓപ്പൺ ആണ്. സീസൺ ഓപ്പൺ ആണ്. അപ്പൊ ഫുൾ ടൈം ഉണ്ടെന്ന് നമ്മളെ അക്കൗണ്ട് സെക്ഷനിലാ. അതെ അതെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സാരീസ് വെറൈറ്റീസ് ഒക്കെ എവിടെ ഇരിക്കുന്നു? ഏതാണ്? റൂമിന്റെ അകത്ത്, ഹോൾസെയിൽ റൂമിന്റെ അകത്താണ്. ഇതിന്റെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിലേക്ക് അല്ലേ? കേറാട്ടോ നമുക്ക്.
അപ്പൊ നമുക്ക് ഒരാളെ ഇവിടെ ഉണ്ട് റിവ്യൂ ഒന്ന് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ക്യാമറയിൽ കാണിക്കണ്ട കേട്ടോ, ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചോ. വോയിസ് കിട്ടുമെന്നൊന്ന് നോക്കാം നമുക്ക്. ക്യാമറ തുണിയിലേക്ക് ഫോക്കസ്. ആളോടി ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ആളുടെ വോയിസ് ഇവിടെ ഡയലോഗൊക്കെ കേട്ടപ്പോ അടിപൊളിയായിരുന്നു കേട്ടോ, ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു രക്ഷയില്ല. മാഡം നോ പോവാം വന്നു ചേച്ചി. ഇതാ ഓക്കെ, ഇതാണോ നിങ്ങളുടെ സെക്ഷൻ? സാരി സെക്ഷൻ. ഇവിടെ സാരീസ് മാത്രമേ ഉള്ളൂ? സാരീസും മെറ്റീരിയൽസും ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട് ഇവിടെ. ആഹാ ഓക്കെ. ഇത് കാണുന്നത് മൊത്തം സാരീസും അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഫുൾ കളക്ഷൻസ്. അപ്പൊ നമുക്ക് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്നത് നെൽത്തായാലും റാക്കിലായാലും ഫുൾ സാരീസ് കൊണ്ട് സാരീസ് ആണ് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഈ വെറൈറ്റീസ് ഒക്കെ നമുക്കൊന്ന് തുറന്നു കാണിക്കില്ല. ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഞാൻ ഒരാളെ വിളിക്കാം കേട്ടോ. ചേച്ചി ഒന്ന് വരൂ. ആരെങ്കിലും ഒരാൾ വാ. ഒന്ന് സാരീസ് നമുക്ക് കുറച്ച് അടിപൊളിയായിട്ട് തുറന്ന് നിവർത്തി. ഡിജിറ്റൽ പ്രിന്റ് തന്നെ ആയിക്കോട്ടെ. ഡിജിറ്റൽ ഇങ്ങോട്ട് വാ. ഡിജിറ്റൽ പ്രിന്റ് തന്നെ ആയിക്കോട്ടെ. അത് വെച്ചിട്ട് ചേച്ചി തുറന്ന് കാണിച്ചു. ഞങ്ങൾ ഈ പ്രാവശ്യം ഡയലോഗ് മാത്രമേ ഉള്ളൂ. മുന്നിലേക്ക് നിന്നോ. ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഒരു മോനാ? മോൻ കാണട്ടെ, പെണ്ണ് കിട്ടും. നമുക്ക് ഈ സൈഡിൽ നിക്കാം. ഞാൻ ആ സൈഡിലും നിക്കാം. ഓക്കെ. ചേച്ചി അടിപൊളിയായിട്ട് പറഞ്ഞിട്ടില്ല, പറ. ഇതാണ് പല്ലു വരുന്നത്. ഇത് ബ്ലൗസ് പീസ്. ബ്ലൗസ് പ്രിന്റഡ് ബ്ലൗസ് ആണ് വരുന്നത്. ഓക്കെ. ഫുൾ വർക്ക് വരുന്നുണ്ട്. ഓക്കെ. ഉള്ളിലെല്ലാം വലിയ ഫ്ലവർ. അന്ന ഫ്ലവർ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇത് കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കാണാം. ചേച്ചി മടക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, സെറ്റ് ചെയ്താ. ഇതാണ് സാരി. കണ്ടോ, വലിയ ഫ്ലവർ, വലിയ ലുക്കില് കണ്ടോ. അപ്പൊ ഈ വലിയ പ്രിന്റ് ബോർഡർലെസ്സിലാണ് ഇത് വരുന്നത്. ഇതിന്റെ വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് ഇതിൽ ഇഷ്ടം പോലെ പ്രിന്റ്സ് അവൈലബിൾ അല്ലേ? കുറെ വെറൈറ്റീസ് ഉണ്ട്. പ്രിന്റ്സ് അവൈലബിൾ. ഡിജിറ്റൽ പ്രിന്റ് ഇപ്പൊ ട്രെൻഡാണ്. ഓണത്തിന് ഡിജിറ്റൽ പ്രിന്റ് ആണ്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലോട്ടസ് ആണ് കൂടുതൽ ട്രെൻഡ്. അതിന്റെ ആ കെട്ട് അങ്ങനെ തന്നെ ഒരുപാടുണ്ട് ചേച്ചി. അതന്നെ, ആ കെട്ട് അങ്ങനെ തന്നെ എടുത്ത്. ഇതാ, ഇത് ഫുള്ള് ഓരോരോ പ്രിന്റുകളാണ്. അതും വലിയ വലിയ പ്രിന്റുകളാണ്. നമ്മുടെ സ്കേർട്ടും ടോപ്പൊക്കെ അടിക്കാൻ വേണ്ടിട്ട് മേടിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ. കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം. അതൊന്നും എടുത്തേ. എന്ത് രസാ കാണാനായിട്ട് ഇല്ലേ? പച്ച ഫ്ലവർ എല്ലായിടത്തും കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം അല്ലേ? വെറൈറ്റി പ്രിന്റ്, വെറൈറ്റി. ഫോൺ നിർത്ത്. അതിന്റെ ഇടയിൽ കോള്. പച്ച ഫ്ലവർ. ഇതിന്റെ ഉള്ളിലത്തെ ഫോട്ടോ എടുത്തേ. ഇതാ ആക്ച്വലി ഇങ്ങനെയായിരിക്കും വലിയ വലിയ ഫ്ലവേഴ്സ് വരുന്നത്. അപ്പൊ ഇത് കളറിലാണ്. പക്ഷെ നമ്മുടെ ഓണായതുകൊണ്ട് തന്നെ ഓണത്തിന്റെ പച്ച ഫ്ലവർ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാ? ഇല്ലല്ല, ദേ നമ്മള് കാണിച്ചിരുന്നു. എന്നാ കേട്ടോ, അടിപൊളി അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നിങ്ങളൊക്കെ പിന്നെ ഡെയിലി കാണുന്നതാണ്. പക്ഷെ നമ്മളിപ്പോഴല്ല കാണുന്നത് കേട്ടോ. വെറൈറ്റി വലിയ ഫ്ലവർ ഇട്ടോ. അതോ ബ്ലൗസ് പീസ് ഒന്ന് തുറന്ന് കാണിച്ചേ. വാ, അതിനെ വാ. ഇതാണ് ബ്ലൗസ് പീസിന്റെ പോർഷൻ. അപ്പൊ നമുക്ക് പ്രിന്റ് ആണ് ഈ പ്രാവശ്യത്തെ ട്രെൻഡ്. അതിന്റെ ഇഷ്ടംപോലെ പ്രിന്റുകളും വെറൈറ്റീസും ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഓണത്തിന്റെ ഇതൊക്കെ സാരീസിലല്ലേ? അതൊക്കെ സാരീസിൽ നമുക്ക് അൺസ്റ്റിച്ചഡിലും വരുന്നുണ്ട്. അൺസ്റ്റിച്ചഡ് എന്ന് പറയുമ്പോ ഇതിന്റെ സെയിം പ്രിന്റിലാ വരുന്നത്. ഇതിന്റെ തന്നെ. ഓക്കെ, ഇനി അടുത്ത സാരി കാണിച്ചേ. ഓണം അല്ലാത്ത സാരി നമ്മൾ കാണിച്ചത് കുറഞ്ഞു പോയി. ഓ അടിപൊളി. ഇതൊരെണ്ണം നോക്കൂ. സൂപ്പർ. ഇത് ശരിക്കും പറഞ്ഞാൽ കല്യാണ പെണ്ണിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ജാതി സാരിയാണല്ലോ. അത്രക്കൊന്നും റേറ്റ് ഇല്ല. പക്ഷെ റേറ്റ് നമുക്ക് പറയാനും പറ്റില്ല. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഹോൾസെയിൽ ആണ്, പക്ഷെ റീറ്റെയിലും കിട്ടും. അപ്പൊ ഒരു പീസ് ആണെങ്കിൽ റീറ്റെയിലിന്റെ റേറ്റിന് നിങ്ങൾക്ക് മേടിച്ച് പോവാം. അപ്പൊ റേറ്റ് അറിയണമെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിച്ചാൽ മതിട്ടാ. ഇനി ഇതിന്റെ ലുക്ക് ഒന്ന് തുറന്ന് കാണിച്ചു തരും ചേച്ചി അല്ലേ? തുറക്കൂ. പിടിച്ചോ. ഇതാ കണ്ട, ഇത് മുന്താണിയുടെ പോർഷൻ. അതുപോലെ തന്നെ വൺ സൈഡ് വലിയ ബോർഡറും വൺ സൈഡ് ബോർഡർ ചെറുതും. നല്ല ഇത് സോഫ്റ്റ് ആണ്, ടിഷ്യൂല് വരുന്നതാണ്. ഫുൾ വീവിങ്ങിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതില് കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഇതൊരു ട്രെൻഡ് കളർ. പെട്ടെന്ന് മോളിൽ നിന്ന് കണ്ടാൽ അങ്ങനെ. ആ പാക്ക് ഒന്ന് കാണിച്ചാൽ എങ്ങനെയാന്ന്? ഈ പാക്ക് ഇത് ഭയങ്കര ഉടുക്കുമ്പോ നല്ല ഫ്ലീറ്റ് ഒക്കെ നല്ല ഭംഗിയിൽ എടുക്കൂലേ? സൂപ്പറായിട്ട് എടുക്കും. ഇതിനാ അല്ല, ആ കെട്ട് അങ്ങനെ തന്നെ എടുത്തോ. കെട്ട് ഈ സാരിയുടെ കെട്ടാണ് കേട്ടോ കാണുന്നത്. എടുത്തോ ഇങ്ങോട്ട് എടുത്തോ. ഇതാ, ഇതിലൊരു വയലറ്റ് ഷെയ്ഡ്. നിങ്ങൾക്ക് കവറിൽ ഇരിക്കുന്ന കാരണം കറക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷെ കവറിൽ നിന്ന് ഇനി എടുക്കാൻ എളുപ്പമല്ല. ഗ്രീൻ ഉണ്ട് അതിൽ. ഇത് കളേഴ്സ് എല്ലാതും നമുക്ക് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോൾസെയിൽ രീതിയിലാവുമ്പോൾ നമുക്ക് കളർ വൈസ് എടുക്കണം. അല്ലാത്തതാണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ പീസ് ആയാലും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത സാരി ബ്രൊക്കേഡ് സാരി കാണിച്ചു തരാം. പിന്നെ ബ്രൊക്കേഡ് സാരി കാണിക്കണം. മുന്നേ ഒന്ന് ഇങ്ങോട്ട് വന്നേ.
കലങ്കാരി അല്ല, ഈ കാണുന്നത് മൊത്തം സോഫ്റ്റ് സിൽക്ക് സാരി. ആണത്. അപ്പൊ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ടേ, ഇപ്പൊ കല്യാണ വീട്ടിലേക്കൊക്കെ നമ്മൾ സാധാരണ ഗിഫ്റ്റ് ഒക്കെ, കല്യാണ വീടാകുമ്പോ നമ്മൾ എന്തായാലും എല്ലാ വീട്ടിലും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാം. അല്ലാത്തപ്പോഴും കൊടുക്കാട്ടോ, അതിന് ആരും ഒന്നും പറയൊന്നുമില്ല. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരികളാണ് ഈ കാണുന്ന സോഫ്റ്റ് സിൽക്ക് സാരി അല്ലെ? അതെ അതെ. ഇതും റേറ്റ് ഒക്കെ കുറവായിരിക്കും അല്ലേ? നല്ല കുറവാണ്, പ്രതീക്ഷിച്ചതിൽ വെച്ചും കുറവാണ് റേറ്റ്. കാണണ വേണ്ട നമുക്ക് കാണിക്കാൻ പറ്റില്ല, വേണ്ട. അപ്പൊ ഇത് സോഫ്റ്റ് സിൽക്ക് സാരി, ഇതൊരെണ്ണം ഓപ്പൺ ചെയ്യാം അല്ലേ? ഗ്രീൻ തന്നെ ആയിക്കോട്ടെ. അപ്പൊ കളേഴ്സ് അവൈലബിൾ ആണ്. അതും പല വലിയ ബ്രൊക്കേഡില് വലിയ പ്രിന്റിലും ഉണ്ട്, ചെറിയ പ്രിന്റിൽ. ആക്ച്വലി ഇതില് ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. വലിയതും ചെറുതായിട്ടുള്ള പല പല വർക്കിലാണ് ഇത് വരുന്നത്. സോഫ്റ്റ് സിൽക്ക് മുന്താണിയുടെ പോർഷനാണ് ഈ കാണുന്ന പോർഷൻ. ഇത് മുന്താണി നിവർത്തല്ലേ? നിവർത്തി കഴിഞ്ഞ് ചേച്ചി കുറച്ച് കഴിയുമ്പോ പറയും എനിക്ക് മടക്കാനായിട്ട് ആ പെണ്ണ് ഉണ്ടാക്കി തന്ന പണി ഇങ്ങനെ കേട്ടാ. ഇതാണ് എന്താ മുന്താണി. അതുപോലെ തന്നെ ബ്ലാക്ക് ത്രെഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. സോഫ്റ്റ് സിൽക്ക് സാരി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് കേട്ടോ. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഈ കാണുന്നത്. പിന്നെ കലംകാരി, നേരത്തെ ബ്രൊക്കേഡ് സാരി. നമ്മളത് പറയുമ്പോഴേക്കും അപ്പോഴേക്കും ഇത് കണ്ടപ്പോ ഇതുമ്മക്ക് കയറി. ബ്രൊക്കേഡ് സാരി എവിടെയാ? ഒരു മിനിറ്റ്. ഇതൊക്കെ പ്രിന്റഡ് അല്ലേ? ഇതൊക്കെ വീവിങ്ങിലാ വരുന്നത് കേട്ടോ. ഒരു ബനാറസി ടച്ച് എന്നാ, ബനാറസി അല്ല, അതിന്റെ ഒരു എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലുള്ള സാരീസ്. അതിന്റെ കളേഴ്സ് ആണ് ഈ കാണുന്നത്. ഇതൊരു ബനാറസി ടച്ചിലാണ്, പക്ഷെ നമ്മുടെ ബ്രൊക്കേഡ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതിന്റെ കളേഴ്സ് കാണിച്ചോളൂ. ഇതാണോ ബ്രൊക്കേഡ്? ചേച്ചി തുറന്ന് കാണിക്കോ? ഞങ്ങക്ക് കുമ്പിടാനും നിവർത്താനൊക്കെ വയ്യ. ചേച്ചിയാണല്ലോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരത്തി. ചേച്ചി കാണിച്ചു തരും നല്ല അടിപൊളിയായിട്ട് തുറന്ന് നിവർത്തിയും. ഇതാ ഇത് ബ്രൊക്കേഡിൽ വരുന്നത്, കോൺട്രാസ്റ്റിലാണ് ഇത് വരുന്നത്. അതുപോലെ ഫുൾ പല്ലു, റിച്ച് പല്ലു ആണ്. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് ഈ കാണുന്നത്. ഇതും ഞാൻ പിടിച്ചത് സെയിം അല്ലേ? സിൽവർ ബ്രൊക്കേഡ്. ഓ, രണ്ടും വ്യത്യാസമുണ്ട്. അത് കോപ്പറും ഇത് സിൽവറും. അങ്ങനെ രണ്ട് മാറ്റങ്ങളുണ്ട്. അപ്പൊ എന്നാ ഇതും തുറന്ന് കാണിക്കാം. ഇത് കോൺട്രാസ്റ്റ് തന്നെയാ പറഞ്ഞ? അല്ല, തുറന്ന് കാണിച്ചാലേ അറിയാലോ. തുറന്ന് കാണിച്ചാലാണ് കോൺട്രാസ്റ്റ് വരുന്നത് ഉണ്ട്, അല്ലാത്തത് ഉണ്ട്. രണ്ടും ഉണ്ട്. സിംഗിൾ സെൽഫിലും വരുന്നുണ്ട്, കോൺട്രാസ്റ്റിലും വരുന്നുണ്ട്. ഇപ്പൊ ഇത് സെൽഫിലാണ് കേട്ടോ. ഇതൊക്കെ ഒരു ബ്രൊക്കേഡ്. അതിൽ തന്നെ നമുക്ക് സിൽവർ, സിൽവർ വേണ്ടവർക്ക് സിൽവർ, കോപ്പർ വേണ്ടവർക്ക് കോപ്പർ. ഇതൊക്കെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കുകൾ. അപ്പൊ ഇതിന്റെ കെട്ട് എവിടെ? ഇതന്നെ ഇതിന്റെ കെട്ട്. അപ്പൊ ഹോൾസെയിൽ ആകുമ്പോൾ എടുക്കേണ്ടത് ഇതിൽ 6 പീസായിട്ട് എടുക്കണം, അല്ലെങ്കിൽ 7 പീസ്, 8 പീസ്, എത്ര പീസ് അതിൽ വരുന്നത് വെച്ചാൽ ആ പീസ് മൊത്തം എടുക്കണം. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ റീറ്റെയിലിന്റെ പ്രൈസ് ആയിരിക്കും. വീണ്ടും പറയണം, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ എവിടെ? പാലക്കാട് മാർക്കറ്റ് റോഡിൽ. കുറച്ചുകൂടി അടുത്തുള്ള ലാൻഡ് മാർക്ക് ചെയ്താ വരുന്നത്. ലാൻഡ് മാർക്ക് ഇവിടെ ബാവ മെറ്റൽസിന്റെ തൊട്ടടുത്താണ്. നമ്മള് തൊട്ടടുത്താണ്. എല്ലാ ദിവസവും ഓപ്പൺ ആണ്. ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? 9:30 to 8:30 വരെ. പിന്നെ സീസൺ സമയമാകുമ്പോൾ പറയേ വേണ്ട. പിന്നെ സൺഡേ സീസൺ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഈ കലംകാരിയുടെ കാര്യം നമ്മൾ ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ചു പോയി. ഇതൊന്ന് തുറന്നേ. കലംകാരി ഞാനത് മെറ്റീരിയൽ ഇങ്ങനെ തൊട്ട് പിടിച്ച് നോക്കിയത്. അതായത് സാധാരണ പോളിസ്റ്ററിലും കലംകാരി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതല്ല ഇതല്ല അത് അല്ലേ? അപ്പൊ ഇതിന്റെ വർക്ക് എന്ന് പറയാനായിട്ട് ബോഡി ഫുള്ള് ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഇത് ഫുൾ കലംകാരിയിലാട്ടോ ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബ്ലൗസ് പീസ് എങ്ങനെയാണ് വരുന്നത്. പിന്നെ സാരികൾ കാണാന്ന് വെച്ചാൽ കുറെ ഉണ്ട്. ബാട്ടിക് പ്രിന്റിലൊക്കെ വരുന്നുണ്ട് കണ്ടോ. കോൺട്രാസ്റ്റില് ബാട്ടിക് പ്രിന്റ്. ഇതിന്റെ ലുക്ക് വൈസ് ഇതായിരിക്കും. ഇനി ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും കാണിച്ചില്ല എന്ന് പറയണ്ട. ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള സാരി. ഇതിന്റെ ഡിസൈൻ ഒന്ന് തുറന്ന് കാണിക്കാം. കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടി സോഫ്റ്റും കൂടുതലാണിത് അല്ലേ? നല്ല സോഫ്റ്റ് ആണ്. ഇല്ലേ? ഫീലിംഗ് ഇല്ലേ? നല്ല സോഫ്റ്റ്. നമ്മളാ സെമി മോഡലിൽ കാണിച്ചില്ലേ, ആ ഒരു ഫീലിംഗ് തന്നെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് പൊട്ടിക്കുന്നില്ല ഞാൻ. ലുക്ക് വൈസ് ഇതായിരിക്കും കേട്ടോ. ബ്ലാക്കിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് ഫുള്ളായിട്ട് ഞാൻ നിവർത്തി കാണണമെങ്കിൽ നേരിട്ട് വരിക, പർച്ചേസ് ചെയ്യാ. അപ്പൊ ഇനി ഇവിടെ നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഈ ഒരു ചെറിയ നിമിഷ നേരം കൊണ്ട് ഒന്ന് തിരിഞ്ഞു കാണിച്ചു കൊടുത്തേ.
നിമിഷം നേരം കൊണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിച്ചു. കുറച്ച് കസ്റ്റമേഴ്സ് കയറി. അപ്പോൾ എപ്പോഴും ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമുക്ക് ഒരു ഫീഡ്ബാക്ക് ഒന്ന് എടുക്കാം. ഞങ്ങളൊരു വീഡിയോ എടുത്തോട്ടെ? ആ, ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. രണ്ടാളും ഓടുന്നു. ഇവിടെ നിക്ക്. നിങ്ങൾ വീഡിയോയിൽ വരുന്നില്ല, നിങ്ങൾ സാരി കാണാൻ നിൽക്കുക. ആ കല്യാണ പെണ്ണാണോ? പിന്നെ എന്തിനാ ഇത്ര നാണം? സാധാരണ ആ സമയത്ത് ഒരു നാണം വരാ അല്ലേ ചേച്ചി? ചേച്ചി എവിടുന്നോ? കൊടുവായിരുന്നു പറയാ. ഇവിടെ അടുത്ത ഇവിടെ എന്ത് നോക്കാൻ വന്നിരിക്കുന്നത്? സാരി നോക്കാൻ. ഇവിടെ വരാറുണ്ടോ? ആദ്യമായിട്ടാണോ? എങ്ങനെയാ? ആദ്യമായിട്ട് വന്നത്. എങ്ങനെ കേട്ട് വന്നതാണോ അല്ലെങ്കിൽ എന്താണ് ഇവിടേക്ക് വരാനുള്ള കാരണം? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തെറ്റി കേട്ടോ. റീറ്റെയിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഹോൾസെയിൽ പ്രൈസിനാണ് നമുക്ക് ഇവിടുന്ന് കിട്ടണത്. ഹോൾസെയിൽ റേറ്റ് പോലെ ഫീൽ ചെയ്യില്ലേ ഇവിടെ എല്ലാം കാണുമ്പോ? ചേച്ചിയുടെ പേര്? ഉഷ. ഉഷ. ഉഷേച്ചി സാരി ഒരാൾക്കുള്ള എടുക്കണോ? എത്ര ആൾക്ക്? രണ്ടാൾക്ക്. നിങ്ങൾ രണ്ടാള്? അമ്മയാണോ? അല്ല, ചേച്ചി. ചേച്ചി. അമ്മ മറ്റേ രണ്ട് മോള് പിന്നെ ഒന്നൊന്ന് തിരിഞ്ഞോ? മുടിയെങ്കിലും കാണാലോ. അവിടെ ഇങ്ങനെ നോക്കണേ. നോക്കണോ? അമ്മ എന്താ പഠിച്ചേ? കൂടെ വന്നതാണോ? ആ, ഓക്കെ. എന്താ ചെയ്യണേ? ഞാൻ പഠിക്കുക. സാരിയുടെ സെക്ഷനില് ജെൻസ് കൂടെ വന്നതാ. സാരി എടുക്കാൻ വന്നതല്ലാന്ന്. അതെ, സെലക്ട് ചെയ്യാൻ വന്നതാ. ഇനി അമ്മനെ കാണിക്കാം. അമ്മയ്ക്ക് എന്താണ് ഇഷ്ടമായത്? സാരി നോക്കാൻ വന്നത്. എല്ലാ ഫംഗ്ഷനും ഉണ്ടോ? ഇല്ലല്ലോ, ഓണമായില്ലേ. ഓണായില്ലേ? ഓണം അടുത്ത മാസമാണ്. എന്നാലും നമ്മളിപ്പൊ തന്നെ നല്ല ട്രെൻഡ് നോക്കിട്ട് വേഗം വന്ന് മേടിച്ചു വന്നതാ. ഇവിടെ റേറ്റ് കുറവുണ്ടോ? ചോദിച്ചോണ്ടിരിക്ക. അതെ, റേറ്റ് കുറവാണ്. അപ്പൊ അങ്ങൊരു റേറ്റ് കുറവല്ലേ? അതെ, വാ. ആള് പറഞ്ഞത് ഇവിടെ റേറ്റ് കുറവാണ്. അതുകൊണ്ട് കുറച്ച് തരും അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ റേറ്റ് കുറവാണ് മൊത്തത്തിൽ നോക്കുമ്പോ. അപ്പൊ റീറ്റെയിൽ മേടിക്കായാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിനായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ഉഷേച്ചിനെ പരിചയപ്പെട്ടു. ഉഷ ശാന്ത. ഓ, അടിപൊളി. സെറ്റ്. ഇയാളെന്താ വർക്ക് ചെയ്യണോ? എന്താ ചെയ്യണ? എത്രയിലാ? PG കഴിഞ്ഞു. അല്ല പെണ്ണന്വേഷിക്കണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ കൂടെ ആയാലോന്ന് അങ്ങനെ. ഓക്കെ, നമ്മളവിടെ നിർത്തി. നമ്മുടെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ സെക്ഷനിലാണ് നമ്മൾ വന്നിരിക്കണേ. ഇനി കുറച്ച് കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടാലോ? ഇത്രയും ഉള്ളത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ്. യെസ്. ഇതിന്ന് കുറച്ച് വന്ന് നമുക്ക് ഇങ്ങനെ കാണിച്ചോണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നമുക്ക് കളക്ഷൻസ് ആണ് കാണേണ്ടത്. ഇത് കണ്ടോ? അത് ബാറ്റിക് പ്രിന്റിൽ വരുന്ന കോട്ടണില്. പ്യുവർ കോട്ടൺ ആണത്. പ്യുവർ കോട്ടണില് കോൺട്രാസ്റ്റ് ആണ് ഇതിന്റെ പാന്റ്. ഇത് ഷോള്. ദുപ്പട്ട തുറന്നു കാണിച്ചു. ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ദുപ്പട്ട ഡബിൾ ഷെയ്ഡിൽ ആ ഒരു രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് അങ്ങനെ വരുന്നതാണ് കേട്ടോ. പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അപ്പൊ തയ്ച്ചിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഇത് കോട്ടൺ വേണ്ട, നമുക്ക് കുറച്ച് സിൽക്കി ടൈപ്പ് ആയിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ സിൽക്കി ടൈപ്പ് ആയിട്ടായാലും ഇവിടെ പാർട്ടി വെയർ ഉണ്ട് അല്ലേ? ആ, ചേച്ചി എപ്പോഴേക്കും മുങ്ങിയാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്? ആ, ചേച്ചി എടുത്ത് കാണിക്കൂ. എന്താ അജ്രക്കിന്റെ പ്രിന്റില് കേട്ടോ. ഇത് അജ്രക്കിന്റെ പ്രിന്റ് വരുന്നത്. അതിന് ഇത് ദുപ്പട്ട ഇങ്ങനെ. പിന്നെ കലംകാരി വേണമെങ്കിൽ കലംകാരി സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ലുക്കായിരിക്കും ഫീൽ ചെയ്യുക. പക്ഷെ ഇതിന്റെ ഈ ഫോട്ടോയിൽ കാണുന്നേക്കാളും ഭംഗി ഇങ്ങനെ മെറ്റീരിയൽ കാണുന്നതാണ്. നേരിട്ട് കാണുമ്പോൾ അതിൽ ഫ്രഞ്ച് നോട്ടും സീക്വൻസ് വർക്ക് എല്ലാം കൂടിയിട്ടായിട്ടുള്ള വർക്കാണ്. ഇതിന്റെ പാന്റ് വിത്ത് ദുപ്പട്ട ഓർഗൻസിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട. ഇത് ഫുൾ കാണുന്നത് വീവിങ് ആണ് കേട്ടോ. ടിഷ്യൂലാണ് ഇത് വരുന്നത്. ഓർഗൻസിൽ ഇത് ടിഷ്യൂല് ഈ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട. അപ്പൊ ആവശ്യത്തിന് ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഒരെണ്ണം വരുന്നത്. ഇതിങ്ങനെ സീക്വൻസ് വർക്കൊക്കെ ആയിട്ട്. ഇതിന്റെ ദുപ്പട്ട ഒരു സിംഗിൾ ടോണിൽ വരുന്നത്. ഇനി ഹക്കോബ വേണോ വൈറ്റ് വേണോ? ഈ സംഭവം എടുത്ത് ഇത് ഓണത്ത് കഴിഞ്ഞാലും ഇടാലോ അല്ലേ? ഇത് ഇക്കത്തിന്റെ ഏത് കാര്യത്തും ട്രെൻഡ് ഉള്ള ഒരു സംഭവമാണ് ഇക്കത്ത് എന്ന് പറയുന്നത്. ഇക്കത്തിന്റെ പ്രിന്റിൽ തന്നെ ഇതിൽ കളേഴ്സ് ഉണ്ട്. ഇപ്പൊ ഓണായതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ ഷെയ്ഡ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓണത്തിന് വേണ്ടി വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇതാ, ഇത് കണ്ടോ? ഇത് കോട്ടണില്, പ്യുവർ കോട്ടണില് ഇങ്ങനെ ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക് ഡീറ്റെയിലിംഗ്. ഇതാണ് ഇതിന്റെ ദുപ്പട്ടയും പാന്റും വരുന്നത്. ഇതിൽ ഇനി ഹക്കോബ വിത്ത് പ്രിന്റ്. ഇതില് ദുപ്പട്ട വരുമ്പോ ഇതായിരിക്കും ദുപ്പട്ട വരുന്നത്. ഇത് ഓണത്തിന്റെ പക്ക
ടിഷ്യൂ ഇത് ശരിക്കും തുറന്ന് കാണിക്കണം, എന്നാലും അതിന്റെ ഒരു ഫുള്ള് തുറന്നോളൂ. അതെ, ഇത് ഇങ്ങനെ ലുക്ക് കാണുമ്പോഴാണ് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഇത് ഫുൾ ടിഷ്യൂല് ഇങ്ങനെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. അതിന്റെ ദുപ്പട്ടയാണ് ഈ കാണുന്നത്. ദുപ്പട്ടയും നിവർത്താനുള്ളതൊക്കെ ഉണ്ട്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. കളർ വൈസ് അടിപൊളിയാണല്ലേ, ഒരു ചുവപ്പ് പച്ച വിട്ടിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കളറാണ്, ഡിഫറെന്റ് കളർ ഷെയ്ഡിൽ. ഇതൊക്കെ ഓണത്തിന്റെയാണോ? അതെ, ടിഷ്യൂ ഓണത്തിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അൺസ്റ്റിച്ചഡ്. അതില് ഈ വർക്ക് കൂടുതൽ നിവർത്തിയിട്ടും കാര്യമില്ല, ഈ ഒരു വർക്കാണ് മെയിൻ ആയിട്ട് കാണേണ്ടത്. എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. വിത്ത് ദുപ്പട്ട അടക്കം വരുന്ന ഒരു കളക്ഷൻ. ഇതൊക്കെ നന്നായിട്ടല്ലോ, നല്ല രസമായിട്ടല്ലേ ടിഷ്യൂല്. ഇത് കോട്ട ചെക്കിലാണ് വരുന്നത് ടിഷ്യൂല്. പിന്നെ മതി, നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പോവാം. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിന്ന് പോവുള്ളൂ. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഈ ഒരു കോട്ട് സെറ്റ് ഇത് എവിടെയാ കാണിച്ചു തരാം. ഇത് ഞാൻ ഇട്ട പോലത്തെ കോട്ട് സെറ്റ്. അതേലോ, ഞാൻ ഇട്ട പോലത്തെ സെയിം കോട്ട് സെറ്റ്. ഇത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് ഇട്ട് കൊണ്ടുവന്നതല്ല, ഇവിടുത്തെ തന്നെ കോട്ട് സെറ്റ്. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, കംഫർട്ടബിൾ ആണ്. വാട്ടിക്കൻ മെറ്റീരിയൽ ആണ്. വാട്ടിക്കൻ മെറ്റീരിയൽ ഇപ്പൊ ഇത്രയും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഇത് പ്ലെയിനിലാണ് വരുന്നത്. പ്ലെയിനിൽ എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. അതിലത്തെ 2 ഷെയ്ഡ്. ഈ ഷെയ്ഡാണോ ഈ ചേച്ചി ഇട്ടതും ഇതും മാത്രമേ നമ്മുടെ ഉള്ളൂ, വേറെ എല്ലാം തീർന്നിരിക്കുക. പക്ഷെ വരും. ഇത് എപ്പോഴും ട്രെൻഡ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടോ. ഇതൊരു സിംഗിൾ പീസ് ആയിട്ട് കിട്ടും. ഇനി ഇതിന്റെ റേറ്റ് അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഇതാണ് ഈ ഒരു ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ വരുന്നുണ്ട്. ഗ്രീൻ സൈസസ് വരുമ്പോൾ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇഷ്ടമുള്ള സൈസ് എടുക്കാം, അല്ലെങ്കിൽ ഹോൾസെയിൽ എന്നുള്ള രീതിയിൽ എല്ലാം ബൾക്ക് പീസ് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇതൊന്നും മേത്ത് വെച്ച് നോക്കിയേ. ഇപ്പൊ ഈ ഒരു ലുക്കാണോ വേണ്ടത്, ഈ ഒരു ഷെയ്ഡാണോ വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇട്ട ഈ ഒരു ഷെയ്ഡാണോ വേണ്ടത്, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി ഇതല്ല, പ്ലെയിൻ അല്ല, പ്രിന്റിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതായത് ഈ ഫുൾ കാണുന്നത് മൊത്തം കോട്ട് സെറ്റ് കേട്ടോ. ഈ ഇരിക്കുന്നത് മൊത്തം കോട്ട് സെറ്റ്സ്. അത് പല പ്രിന്റ്സിൽ അവൈലബിൾ ആണ്, സൈസസ് അവൈലബിൾ ആണ്. ഇനി ഇതും കോട്ട് സെറ്റ് തന്നെ, പക്ഷെ ഇതിലെന്താന്ന് വെച്ചാൽ ഇത് ഫുൾ എംബ്രോയിഡറി വർക്കാണ്, പ്രിന്റ് അല്ല. ഇത് ഫുൾ എംബ്രോയിഡറിയില് വർക്ക് വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതില് ഇവിടെ ഈ ഒരു കൈ സ്ലീവിന്റെ അവിടെയും ഈ ഒരു പോർഷന് ഫുൾ പക്ക എംബ്രോയിഡറിയുടെ വർക്കാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു ചിക്കൻ കാരിയുടെ ഫീലിംഗ് ഉണ്ട്, പക്ഷെ ചിക്കൻ കാരി ആണെങ്കിലും മെഷീൻ വർക്കാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ വലിയ പ്രിന്റ് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. വലിയ പ്രിന്റ്, ഇതിന്റെ പീസ് വലിയ പ്രിന്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ അതും നമ്മുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന്റെ കളേഴ്സ് നോക്കിയാൽ അതും കോളർ നെക്ക് ഉണ്ട്, നോർമൽ ആയിട്ടുള്ള നെക്ക് ഉണ്ട്. ഇത് സ്ലീവ് ഉള്ളതാണ് കേട്ടോ, സ്ലീവ്ലെസ്സും ഉണ്ട് കേട്ടോളൂ. ഇതാ ഇത് സ്ലീവ് ഉള്ളത് ഫുൾ വലിയ പ്രിന്റിന്റെ 2 പീസിന്റെ കളക്ഷൻ ആണ്. വിത്ത് പാന്റ് എടുക്കാം. എന്നാൽ ഞാൻ ഇട്ടിരിക്കുന്ന സ്ലീവ്ലെസ് ആണോ ചോദിച്ചാൽ ഇപ്പൊ ആണ്, പക്ഷെ വേണമെങ്കിൽ അത് നമുക്ക് സ്ലീവ് വെക്കാം. സ്ലീവോടെ ഉണ്ട് കേട്ടോ. അതെ, അതെ, ഇതാണ് സ്ലീവ്. പിന്നെ 1 സൈഡ് പോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. പോക്കറ്റ് ഉണ്ട്. ഞാൻ അത് ഉണ്ടായിരുന്നല്ലോ, കാണാനില്ലല്ലോ പെട്ടെന്ന്. പോക്കറ്റ് 1 സൈഡ് പോക്കറ്റ് ഉണ്ട്. സ്ലീവ് ഉണ്ട്. സ്ലീവ് ഷോർട്ട് സ്ലീവ് വരുന്നത്. ലോങ് സ്ലീവ് ആണെങ്കിൽ ഈ കാണുന്നത് ഫുൾ നമുക്ക് കോട്ട് സെറ്റിന്റെ പ്രിന്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ പോവാം. അടുത്ത സെക്ഷൻ നമ്മൾ ആണുങ്ങളുടെ ഒന്നും കാണിച്ചില്ല കേട്ടോ. ഈ കാണുന്നത് മൊത്തം ധോത്തീസ്, ഡബിൾ ധോത്തീസ് ഉണ്ട്. അത് വൈറ്റ് ഉണ്ട്, സിംഗിൾ ധോത്തീസും ഉണ്ട്. ഈ കാണുന്നത് മൊത്തം സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതായത് ഇഷ്ടം പോലെ കളേഴ്സ്, കരകളും അതില് കോഡി ആയിട്ടുള്ളത് വരുന്നുണ്ട്, വൈറ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ വെൽക്രോയില് വരുന്നുണ്ട് മുണ്ട് കേട്ടോ. അത് 1 തൊട്ട് 10 നമ്പർ വരെ ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന മുണ്ടാണ് ഇപ്പൊ ഇത്രയും ട്രെൻഡില് അല്ലേ. ഇതൊക്കെ പ്യോർ കോട്ടണിൽ വരുന്നത് കേട്ടോ. ഇതിന്റെ കളേഴ്സും വരുന്നുണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഒന്ന് വന്ന് നോക്കിക്കോളൂ. പിന്നെ ഈ കാണുന്ന സെക്ഷൻ പറയുമ്പോ ഇതും ഉണ്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ ഡബിൾ മുണ്ട് അല്ലേ. ഇത് സ്റ്റോക്ക് കാണിക്കാം. നമ്മൾ എടുത്ത് കാണിക്കുന്നത് മുണ്ടെന്ന് പറയുമ്പോൾ കരയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇത് ഫുൾ അതുപോലെ തന്നെ കാവി, കൈലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഫർണിഷിംഗ് ഐറ്റംസ് വരുന്നുണ്ട്, ബെഡ്ഷീറ്റ്സ് വരുന്നുണ്ട്. ഇത് കാണുന്നത് മൊത്തം ബെഡ്ഷീറ്റ്സിലാണ്. പിന്നെ നമ്മൾ ആക്ച്വലി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പുറത്തെ ഒരു സെക്ഷനും കൂടി ഉണ്ട്, അത് നമ്മൾ കാണിക്കാൻ വിട്ടുപോയതല്ല. ശരിക്കും ആക്ച്വലി നമ്മൾ കൂടുതൽ സാരീസും അതുപോലെ കുർത്തീസും ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഈ ഒരു സെക്ഷനിൽ എന്താ വരുന്നത്? ടോപ്സ് അതുപോലെ തന്നെ വെസ്റ്റേൺ വെയർ കളക്ഷൻസും കൂടി ഉണ്ട്. ടോപ്സിന്റെ സെക്ഷൻ ആണ് മെയിൻ കാണിച്ചത്. ഞാൻ സാരീസ് ആണ് ജസ്റ്റ് ഒന്ന് ഈ സൈഡ് ഇങ്ങനെ ഓടിച്ചൊന്ന് കാണിക്കാട്ടോ. നമുക്ക് ഈ ഫുള്ള് കാണുന്നത് കുർത്തീസിന്റെ സെക്ഷൻ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് കുറച്ചുകൂടി കാണുകയാണെങ്കിൽ നമുക്ക് ജെൻസിന്റെ ആണ്. ജെൻസിന്റെ സെക്ഷനാണ് വരുന്നത്. അതില് ഷർട്ട്, പാൻസും ഷർട്ട്സും അങ്ങനെ എല്ലാ ഇത് വരുന്നുണ്ടല്ലേ. ബോക്സ് പാക്കിങ്ങിലാണ് അല്ലേ ഇത് ഫുള്ള്? അതെ. ഓക്കെ, ഒരെണ്ണം നമുക്ക് നോക്കാല്ലേ. ഒരെണ്ണം
യെസ്, കറക്റ്റ് ഓണത്തിന് പറ്റിയ കളറ്, അറിയാണ്ട് എടുത്തിട്ടുള്ള സംഭവം കണ്ട. നല്ലൊരു ബേജ് ഷെയ്ഡില് ഫുൾ സ്ലീവിൽ വരുന്ന ഒരു ഷർട്ട്. ഇതല്ലാത്ത കാഷ്വൽ വരണമെങ്കിൽ കാഷ്വൽ ഷർട്ട്സും ഇത് അവൈലബിൾ ആണ്. ഈ കാണുന്നത് മൊത്തം കാഷ്വൽ ഷർട്ട്സ് ആണ് വരുന്നത്. ഇതില് ഒരെണ്ണം റാൻഡംലി ഒരെണ്ണം പിക്ക് ചെയ്താലോ, റാൻഡംലി. ഇത് ചേച്ചിയുടെ കണ്ണിൽ ഉടക്കിയത് ഇതാണ്. അതെന്ന് വെച്ചാലേ ഇപ്പൊ ആ ഒരു PG ചെക്കൻ ഇതുപോലത്തെ ഒരു സാധനം ഇട്ടത്, ആ സംഭവം കേട്ടോ, അതൊരു ബ്ലാക്കിലായിരുന്നു. അതാണ് ഞാൻ നോക്കിയത്, വേറെ ഒന്നും ഞാൻ നോക്കിയില്ല കൂടുതൽ. മെൻസിന്റെ പിന്നെ അവിടെ കിടക്കട്ടെ. ഇതൊക്കെ ഉണ്ട് എന്നുള്ള ജസ്റ്റ് ഒരു ഊഹം കാണിച്ചത്. താഴത്താണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലും കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറയാം ഒന്നുകൂടി, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ബാക്കിയുള്ളത് അവരൊന്ന് കണ്ടോട്ടെ. ഓക്കെ, പറഞ്ഞു. മാർക്കറ്റ് റോഡാണ്. ഏത് മാർക്കറ്റ് റോഡ്? പാലക്കാട് മാർക്കറ്റ്. പാലക്കാട് മാർക്കറ്റ് റോഡാണ് നമ്മളുടെ ലൊക്കേഷൻ വരുന്നത്. അവിടെ നമ്മൾ നിൽക്കുന്നത് KKM എന്റർപ്രൈസസ്. KKM എന്റർപ്രൈസസ്. KKM എന്ന് പറയുമ്പോൾ സാധാരണ KKM അങ്ങനെയല്ല, KAYKEMM പിന്നെ എന്റർപ്രൈസസ് അങ്ങനെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഒരു സ്പെല്ലിങ്ങിലാണ്. പിന്നെ ഇത് ലൊക്കേഷൻ അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല. അറിയണമെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇട്ട് തരുന്നതായിരിക്കും. 365 ഡേയ്സ് സീസൺ ഉണ്ടെങ്കിലും സീസൺ ഇല്ലെങ്കിലും ഫുൾ ടൈം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഉറങ്ങാൻ മാത്രമേ ഇവര് വീട്ടിൽ പോകാറുള്ളൂ അല്ലേ. പിന്നെ അക്കൗണ്ട് സെക്ഷനിലുള്ള ഒരാളാണ്. സ്റ്റാഫൊക്കെ ഓരോ കാര്യത്തിനും ബിസി ആയതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ വിളിച്ചത്. വേറെ നിവർത്തിയില്ല, സാറും ബിസിയാണ്, ഓണായില്ലേ, തിരക്കായില്ലേ. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത്. പിന്നെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. റീറ്റെയിൽ മേടിക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിന് മേടിക്കാം. അതെ, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട്. നേരത്തെ ചേച്ചി പറഞ്ഞ കേട്ടില്ലേ, ഇവിടെ റേറ്റ് കമ്മിയാണ് അല്ലെ, കുറവാണ്, ഭയങ്കര നിസ്സാര റേറ്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ കളക്ഷൻസ് വേണമെന്ന് വെച്ചാൽ വേഗം ചടപ്പറാന്ന് വെച്ചാൽ ഓടി പോന്നു കേട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബൈ ബൈ ബൈ.